അപ്പോഴേ ഞാനിന്ന് നമ്മുടെ മോഹൻലാലിൻ്റെ ശോഭനയുടെയും കോംബോ ആയ തുടരും മൂവി കാണാൻ വേണ്ടി പോവുകയാണ്. ബസ്സിലാണ് പോകുന്നത്, നമ്മുടെ ഫസ്റ്റ് ബസ്. അപ്പം ഡേ ടിക്കറ്റാണ്. റിട്ടേൺ £5.50 ആണ്. അപ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കയറി ഇറങ്ങും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇത് നമ്മുടെ കോച്ച് സ്റ്റേഷനാണ്, പോർട്സ്മൗത്തിലെ ഹാർഡ് ഇൻ്റർചേഞ്ച് എന്നുള്ളത്. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാം അതിൻ്റെ ബസ് സ്റ്റേഷൻ്റെ അകത്തു കൂടെ കയറിയിട്ട് ഈസ്റ്റ് എൻട്രൻസിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും തന്നെ നമ്മുടെ വ്യൂ തിയേറ്ററാണ്. അപ്പം നമുക്ക് ഗൺവാർഫ് ക്യൂസ് എന്ന് എഴുതിയേക്കുന്നത് കാണാം, അതിലെ കൂടെ അങ്ങ് കയറിപ്പോയാൽ മതി. അപ്പം അന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു തണുപ്പും ഒരു ക്ലൗഡിയും കാറ്റും ഒക്കെ ആയിരുന്നു. പക്ഷേ വെതർ പ്രിഡിക്റ്റഡ് 21 ഡിഗ്രി ഒക്കെ ആവുന്നതായതുകൊണ്ട് ഞാനൊരു കാർഡിഗണൊക്കെ ഇട്ട് പോയതേ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും ഗൺവാർഫ് ക്യൂസ്, അത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. നിങ്ങൾക്ക് ഷോപ്പിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പം ഞാൻ ഫിലിം ടിക്കറ്റ് പൈസ കൊടുത്തല്ല, പൗണ്ട് കൊടുത്തല്ല മേടിക്കുന്നത്. അതാണ് നമ്മുടെ തിയേറ്റർ കേട്ടോ, വ്യൂ തിയേറ്റർ. അവിടെ പാർക്കിംഗ് ഉണ്ട് കാറിൽ വരുന്നവർക്ക്. അപ്പം നമ്മൾ സാധാരണ കാറിലാണ് വരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആരുമില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഞാൻ തന്നെയാണേലും ഒന്ന് സിനിമയൊന്ന് പോയി കാണാം എന്ന് വിചാരിച്ചു. കാരണം ഡ്യൂട്ടിക്കൊക്കെ കയറി അപ്പം നമ്മൾ കാം ഡൗൺ ആയാൽ നമ്മുടെ മനസ്സൊക്കെ സ്ട്രെസ്സായ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്, ഒത്തിരി മിസ്റ്റേക്കൊക്കെ വരും. അപ്പം റിലാക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സിനിമ കാണാനായിട്ട് വന്നത്. അപ്പോൾ രാവിലെയായിരുന്നു, 9:50 ഇനി കാരണം എനിക്ക് രാത്രിയിലൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഭയങ്കര ടയേർഡാണ്. പിന്നെ എനിക്ക് രാത്രിയിലൊന്നും സിനിമ കാണുന്നത് അത്ര ഇഷ്ടമില്ല. അപ്പം തന്നെ ആകുമ്പോഴത്തേനും നമുക്ക് രാവിലെ ആകുമ്പോൾ കുഴപ്പമില്ല. 9:50 സിനിമ. അപ്പം ഞാൻ 9:45 ആയപ്പോഴത്തേനും അവിടെ വന്നു. എസ്കലേറ്റർ ഉപയോഗിച്ച് മുകളിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ എത്തി. നല്ല ഭംഗിയായിരുന്നു. ഉച്ചയായപ്പോഴത്തേനും സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേനും നല്ല വെയിലൊക്കെയായി. അപ്പം ഞാൻ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറുവാണ്. അപ്പം ഞാൻ അവിടുന്ന് പോപ്കോൺ മേടിച്ചു. നമ്മുടെ ബാങ്കിൻ്റെ ഇതായിട്ടുള്ള ഹാഫ് പ്രൈസ് കൊടുത്താൽ മതിയായിരുന്നു. അപ്പം 8 പൗണ്ടാണ് ആ ഒരു ബോക്സ് ഇതിൻ്റെ വില. അപ്പം എനിക്കിപ്പോൾ 4 പൗണ്ടിനാണ് കിട്ടിയത് കേട്ടോ. അപ്പം ഞാൻ ബുക്ക് ചെയ്ത എൻ്റെ റിസർവേഷൻ ഏരിയയിലേക്ക് ഞാൻ പോവുകയാണ്. H23 ആയിരുന്നു. അപ്പം ഫിലിം തുടങ്ങി. അപ്പം ഇതായിരുന്നു ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ്. അപ്പം കുഴപ്പമില്ല, ഒരു സാഡാണ് എൻഡിങ്. എനിക്ക് എൻഡിങ് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാൽ ശോഭന എന്നുള്ളൊരു പെയർ, അതുകൊണ്ട് ഞാൻ പോയതാണ്. കുറച്ചൊക്കെ നമുക്ക് വേണ്ടിയിട്ടും കൂടെ ഒന്ന് സെൽഫ് കെയർ ചെയ്യണം. കാരണം നമ്മുടെ മനസ്സ് ഭയങ്കര സ്ട്രെസ്സാകുമ്പോൾ നമ്മളെങ്ങനെ ആ സ്ട്രെസ്സ് റിലീവ് ചെയ്യാനുള്ള കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സ്ട്രെസ്സ് റിലീവ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് അഫക്റ്റ് ചെയ്യും. അങ്ങനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ജോലി ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലാണ്, നമ്മൾ ഒത്തിരി രോഗികളുടെ ജീവനും കൊണ്ട് കളിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ ജോലിനെ ബാധിക്കാതിരിക്കണമെങ്കിൽ